ഓക്കെ, ഇനി നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഒരു ദിവസം തന്നെ ഒരു 5-6 വീഡിയോ ഇടുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളിന്ന് മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ തന്നെ വന്നിരിക്കുന്നത്. മൈൻക്രാഫ്റ്റ് എത്ര 10 പൈസ കൊടുത്ത് മൈൻക്രാഫ്റ്റ് ഇപ്പം ആയിട്ടുണ്ട്. മൈൻക്രാഫ്റ്റിൽ നമ്മളിപ്പോൾ തന്നെ മൈൻക്രാഫ്റ്റിൻ്റെ ലോകത്തിലെ എല്ലാ പടവും കടന്നിരിക്കും. മൈൻക്രാഫ്റ്റിൻ്റെ സെറ്റിൽ തന്നെ എത്ര മോബാണ്. ഹീറോ ബ്രെയിനെ കണ്ടില്ല, സർവൈവലാണ് വന്നിരിക്കുന്നത്. Creative. മൈൻക്രാഫ്റ്റാ വായിച്ചേ. പൈസ അത് മേടിക്കാൻ പറ്റത്തില്ല.
പ്രാർത്ഥിക്കുക. അപ്പൊ നേരത്തെ അമ്മ വിളിച്ചു. കൊടുക്കാമോ? ഇത് വാങ്ങിക്കാനായിട്ട് പൈസ ഒന്നും എഴുതി കാണിക്കുന്നില്ലല്ലോ. ഇത് വാങ്ങിക്കട്ടെ. പൈസ ഒന്നും എഴുതി കാണിക്കുന്നില്ല. ഗൂഗിൾ പേ ചെയ്യാനാ? എത്ര? 29 രൂപ. പിന്നെ ഞാൻ 30 രൂപ പൈസ കാണുന്നു. പൈസ ചെയ്യാനുണ്ട്. പറ്റില്ല.
ഇതെന്താ ഇതെന്താ ഇത് ഇത് ഇതെന്താ കൈ മാറ്റി ഇത് പീസ്ഫുൾ സമാധാനപരമായിട്ട് ഈസി ആയിട്ടുള്ളത് സാധാരണ രീതിയിലുള്ളത് കട്ടിയുള്ള ഹാർഡായിട്ടുള്ളത് ഇതെന്താന്ന് മാത്രം വായിക്കാം. അത് സമാധാനമായിട്ട് ചെയ്യാൻ പറ്റും. ഇതാ ഹാർഡ് കളിക്കാൻ പാടുള്ളതാണ്. മൊബൈൽ ഫോൺ അടക്കം കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ച് MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. 10ാം ക്ലാസ് രസതന്ത്ര പരീക്ഷയുടെ 40 മാർക്കിന്റെ ചോദ്യങ്ങളിൽ 32 മാർക്കിന്റെ ചോദ്യങ്ങളും യൂട്യൂബ് ചാനലിൽ വന്നെന്ന് പരാതി. തൃശൂർ പൂരത്തിനിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആംബുലൻസ് ദുരുപയോഗം ചെയ്തെന്ന പരാതിയിൽ വരാഹി അസോസിയേറ്റ് CEO അഭിജിത്തിനെ പോലീസ് ചോദ്യം ചെയ്തു. അഭിജിത്തിനെ ചോദ്യം ചെയ്തത് തൃശൂർ ഈസ്റ്റ് പോലീസ്. തിരുവമ്പാടി ദേവസ്വം ഓഫീസിലേക്ക് സുരേഷ് ഗോപിക്ക് എത്താൻ ആംബുലൻസ് വിളിച്ചു വരുത്തിയത് അഭിജിത്താണെന്ന് ഡ്രൈവറുടെ മൊഴി. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി കൈകാര്യം ചെയ്തത് വരാഹിയായിരുന്നു. CPI തൃശൂർ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് നൽകിയ പരാതിയിലാണ് ചോദ്യം ചെയ്തത്. എറണാകുളം മുളന്തുരുത്തി പള്ളിയിൽ പോലീസുകാർക്ക് മർദ്ദനമേറ്റതിൽ 2 പേർ അറസ്റ്റിൽ. മുളന്തുരുത്തി സ്വദേശികളായ
യാക്കോബായ വിഭാഗത്തിന്റെ പ്രദക്ഷിണം കടന്നുപോകുമ്പോൾ ഓർത്തഡോക്സ് വാദ്യമേളമടക്കം ശബ്ദമുണ്ടാക്കിയാണ് പ്രശ്നത്തിന്റെ കാരണമായതെന്ന് പോലീസ്. പത്തനംതിട്ട ഇടത്തിട്ടയിൽ പോലീസിനെ ആക്രമിച്ച കേസിൽ പ്രതികൾ അറസ്റ്റിൽ. പോലീസ് ജീപ്പിന് നേരെ കല്ലെറിഞ്ഞവരെ പിടികൂടി. കൊടുമൺ ഇടത്തിട്ട ചിക്കനാൽ കൈപ്പട്ടൂർ സ്വദേശികളാണ് അറസ്റ്റിലായത്. എല്ലാ വേദനകളെയും അകറ്റൂ. പൗഡർ കരുതല്ല, ഇനി സ്മാർട്ടാണ്. ഒരു ജോലിക്ക് വേണ്ടി പഠിക്കണമെങ്കിൽ ISSG പഠിക്കും. ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് വീണ്ടും സ്വാഗതം. എറണാകുളം കളമശ്ശേരിയിൽ മഞ്ഞപ്പിത്ത വ്യാപനം അതിരൂക്ഷമാവുകയാണ്. രോഗവ്യാപനം തുടരുന്ന വാർഡുകളിൽ പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് പുരോഗമിക്കുന്നു. 3 വാർഡുകളിലായി 29 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കളമശ്ശേരി നഗരസഭയിലെ 10, 12, 13 വാർഡുകളിലാണ് മഞ്ഞപ്പിത്ത വ്യാപനം. രോഗം സ്ഥിരീകരിച്ച 29 പേരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. 40ഓളം പേർ രോഗലക്ഷണങ്ങളുമായി ചികിത്സയിലുണ്ട്. കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് കരുതൽ നടപടികളുമായി ആരോഗ്യവകുപ്പ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. നമ്മുടെ നഗരസഭാ പരിധിയിൽ ഈ 3 വാർഡിലാണ് പ്രധാനമായിട്ടും ഇപ്പോൾ നിലവിൽ ഇത്തരം വ്യാപനമുള്ളത്. വ്യാപനം തടയുന്നതിന് വേണ്ടി ബോധവൽക്കരണവും ഇവിടെയുള്ള ഹോട്ടലുകളും ഹോസ്റ്റലുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ സ്ഥാപനങ്ങളും പരിശോധിക്കുന്നുണ്ട്. കനാലുകളിൽ അടുത്ത 3 ദിവസം ക്ലോറിനേഷൻ നടക്കുന്നുണ്ട്. രോഗം പടർന്നതെന്ന് സംശയിക്കുന്ന ഗൃഹപ്രവേശ ചടങ്ങിനായി ഒത്തുകൂടിയവർ ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. നഗരസഭാ പരിധിയിൽ ചില ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്കുൾപ്പെടെ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവും ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. കരളിനെ ബാധിക്കുന്ന ഒരു പ്രധാന രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് അഥവാ മഞ്ഞപ്പിത്തം. വെള്ളത്തിലൂടെയും ആഹാര സാധനങ്ങളിലൂടെയുമാണ് ഈ രോഗം ഒരാളിലെത്തുന്നത്. പനി, കഠിനമായ ക്ഷീണം, സന്ധി പേശിവേദന, കണ്ണുകൾക്ക് മഞ്ഞനിറം, മൂത്രത്തിന് കടുത്ത മഞ്ഞനിറം, വിശപ്പില്ലായ്മ, ഛർദ്ദിക്കാനുള്ള തോന്നൽ എന്നിവയാണ് മഞ്ഞപ്പിത്തത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ. മഞ്ഞപ്പിത്തം മാരകമായേക്കാവുന്ന ഒരു രോഗമാണ്. രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കുക. രോഗലക്ഷണങ്ങൾ അവഗണിക്കരുത്. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. വ്യക്തിശുചിത്വം പാലിക്കുക. ശീതള പാനീയങ്ങൾ, ഭക്ഷണം എന്നിവ ഒഴിവാക്കുക. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നല്ലവണ്ണം കഴുകിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. മഞ്ഞപ്പിത്തം വരാതിരിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ശുദ്ധമായ വെള്ളം മാത്രം കുടിക്കുക. ശുദ്ധമായ ഭക്ഷണം കഴിക്കുക. പഴകിയ ഭക്ഷണം കഴിക്കരുത്. മദ്യപാനം, പുകവലി എന്നിവ ഒഴിവാക്കുക. ഹെപ്പറ്റൈറ്റിസ് A, B എന്നിവയ്ക്ക് പ്രതിരോധ കുത്തിവയ്പ് എടുക്കുക. മഞ്ഞപ്പിത്തം ബാധിച്ചവരുമായി അടുത്ത സമ്പർക്കം പുലർത്തുന്നത് ഒഴിവാക്കുക. കിണറുവെള്ളം നിശ്ചിത ഇടവേളകളിൽ ക്ലോറിനേറ്റ് ചെയ്യുക. തുറസായ സ്ഥലങ്ങളിലെ മലമൂത്ര വിസർജനം ഒഴിവാക്കുക. ആഹാരത്തിന് മുൻപും ശേഷവും കൈകൾ വൃത്തിയായി കഴുകുക. വെള്ളം അടച്ചു സൂക്ഷിക്കുക. രോഗിയിൽ ലക്ഷണങ്ങൾ പ്രകടമാകുന്നതിന് 2 ആഴ്ച മുമ്പ് തന്നെ വൈറസ് പടർന്നു തുടങ്ങും. അതുകൊണ്ട് തന്നെ തനിക്ക് രോഗബാധ ഉണ്ടായെന്ന് ആ വ്യക്തിക്ക് മനസ്സിലാവും മുമ്പ് തന്നെ അയാൾ രോഗബാധിതനായിരിക്കും. ആളുകൾ തിങ്ങിപ്പാർക്കുന്നതിനകത്ത് വൈറസ് പറയുന്നത് എളുപ്പമല്ല. അതുകൊണ്ട് പ്രതിരോധമാണ് പ്രധാനം. കൊച്ചി മോദിജനം കഴുതയല്ല സാർ. എറണാകുളം തമ്മനത്ത് വീണ്ടും കുടിവെള്ള പൈപ്പ് പൊട്ടി അവിടെ വെള്ളം പാഴാവുകയാണ്. ഇത്തവണ വൈലാശ്ശേരി ഭാഗത്താണ് പൈപ്പ് പൊട്ടിയത്. ആദ്യം ആ ദൃശ്യങ്ങളില്ലേ. എനിക്ക് ആ മുറുക്ക് മതി. മുറുക്കൻ ടൊമാറ്റോ സോസ്. ഈ മുറുക്കൻ ബാലു വിളിക്കുന്നു. എടാ, ഞാൻ വീഡിയോ കോളൊക്കെ ചെയ്യാൻ പക്ഷേ ഇല്ലേ, നീ വേറെ ഗെയിം, ഞാൻ വേറെ ഗെയിം. ഞാനൊരു യൂട്യൂബിൽ വീഡിയോ ഇട്ടോണ്ടിരിക്കുക. വൈഫൈ അമ്മ വൈഫൈ ഓണാക്ക. ശരിയാക്കാനുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നുണ്ട്.